نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه أعزة على الكافرين أذلة على المؤمنين وأعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ അനുയായികൾ എന്ന് കരുതപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുടെ ഭാഗത്തെ സംഭവിക്കുന്ന വീഴ്ചകളുടെയും അവരുടെ നിലപാടിൻ്റെയും ഒക്കെ ദുരന്തങ്ങൾ ഏറ്റു വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം ആളുകൾ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നതോടൊപ്പം തന്നെ അവരെ ഇസ്ലാമിനോട് യഥാർത്ഥ കൂറും ഇസ്ലാമിൽ അടിയുറച്ച വിശ്വാസവും വെച്ചു പുലർത്തുന്നവരായിരുന്നില്ല. അവരെ നമ്മൾ കപടവിശ്വാസികൾ എന്നോ ദുർബല വിശ്വാസികൾ എന്നോ ഒക്കെ പേരിട്ട് വിളിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവരുടെ ത്യാഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രയാസങ്ങൾ സഹിച്ചാലും ഈ ആദർശത്തെ മുറുകെ പിടിക്കണം എന്ന നിലപാടിലുള്ള ഒന്നായിരുന്നില്ല. സംഭവങ്ങൾ അനുകൂലമായി വരുമ്പോഴും അവർക്ക് ഗുണം കിട്ടുമ്പോഴും അവരുടെ താൽപര്യങ്ങൾക്ക് എതിരാവാതെ വരുമ്പോഴുമൊക്കെ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും പക്ഷത്ത് നിൽക്കുകയും മറുഭാഗത്ത് നിന്നാണ് അവർക്ക് ഗുണം കിട്ടുന്നത് എങ്കിൽ അതാണ് നല്ലത് എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ അങ്ങോട്ട് ചായുകയുമൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലും സാഹചര്യത്തിലുമായിരുന്നു അവരുണ്ടായിരുന്നത്. പല സന്ദർഭങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അവർ വളരെയേറെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അവരെ വിശ്വസിച്ചുകൊണ്ടോ അവരെ കണക്കിലെടുത്തുകൊണ്ടോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഇസ്ലാമിന്റെ ശത്രുക്കളുമായി കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ഇവർ തടസ്സം നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ വിഭാഗത്തിന്റെ തലവനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുലൈം അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരസ്യമായി തന്നെ പറയുകയുണ്ടായി, നഖ്ശ അൻ തുസീബന ദായിറ, ഞങ്ങൾക്ക് വല്ല അപകടങ്ങളും വല്ല ആപത്തുകളും ഭാവിയിൽ വരാനിരിക്കുന്നത് സംഭവിക്കുമോ എന്ന് ഞങ്ങൾ ആശങ്കിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ സംഭവിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാനുള്ളവരാണ് ഈ വിഭാഗം ആളുകൾ. അപ്പോ അവരുടെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്, അവർക്ക് അനുകൂലമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ ഇസ്ലാമിന്റെ മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകളോട് അങ്ങനെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കരുത്. സ്വീകരിച്ചാൽ അത് ഞങ്ങൾക്ക് ദോഷകരമാണ്, ഞങ്ങൾക്കും അവരുടെ സഹായവും അവരുടെ പിന്തുണയുമൊക്കെ വേണ്ടി വരും എന്ന രൂപത്തിൽ സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ അവസരത്തിൽ ഈ നിലപാടിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഹും ലിൽ കുഫ്രി യൗമഇദിൻ അഖ്റബു മിൻഹും ലിൽ ഈമാൻ. അന്ന് അവര് കുഫറിനോടാണ് ഏറ്റവും അരുമ്പറ്റി നിൽക്കുന്നത്, ഈമാനിനോടല്ല. വിശ്വാസത്തോടല്ല അവരോട് ബന്ധം, വിശ്വാസികളോടല്ല അവരുടെ അടുപ്പം കുഫറിനോടാണ് എന്ന് ആ വിഭാഗത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടാകുന്ന സ്വഭാവമോ നിലപാടോ അല്ല. എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള അവസരവാദികളും സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരും ദീനിനെയും ദീനിന്റെ താൽപര്യങ്ങളെയും ഇസ്ലാമിന്റെ ഗുണങ്ങളെയും ഒക്കെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്നവരും ഉണ്ടായിരിക്കും. അത് ദുർബല വിശ്വാസത്തിന്റെയും അല്ലെങ്കിൽ കപടവിശ്വാസത്തിന്റെയും ഒക്കെ ലക്ഷണമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സാഹചര്യത്തിലും ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ നിലപാടിനെ കരുതിയിരിക്കാനും അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന, അതിനെ മുറുകെ പിടിക്കുന്ന ആളുകള് ഏത് സാഹചര്യത്തിലും എന്ത് വില കൊടുത്തും അവരുടെ ആദർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഇത്തരത്തിലുള്ള ആളുകളുടെ അവരുടെ പ്രചരണത്തിലോ അല്ലെങ്കിൽ അവരുടെ പ്രോപഗണ്ടയിലോ അല്ലെങ്കിൽ അവര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപജാപങ്ങളിലോ പെടാതിരിക്കാനും സത്യവിശ്വാസികളെ ഗുണദോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബൂന. സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ ആ സന്മാർഗത്തെ മുറുകെ പിടിക്കാൻ സാധിക്കാതെ അതിൽ നിന്ന് വഴുതിമാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടാകുന്നത് എങ്കിൽ, ഈ ദീനിന് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ, ഈ ദീനിന്റെ മാർഗത്തിൽ ഭൗതികമായി ഒന്നും ത്യജിക്കാൻ നിങ്ങൾക്ക് സന്മനസ്സില്ല എങ്കിൽ, മറുഭാഗത്തോടും ഇസ്ലാമിന്റെ ശത്രുക്കളോടും ഒട്ടി നിൽക്കുമ്പോൾ പലതും നിങ്ങൾക്ക് കിട്ടാനും ലഭിക്കാനുമുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഭൗതികമായ പല താൽപര്യങ്ങളും അത് മുഖേന സുഖപ്രദമായി മുന്നോട്ട് പോകുമെങ്കിൽ, ആ വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബൂന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ ഇവിടെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന്റെ മാർഗത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി ഉറച്ചു നിൽക്കുന്നവരുണ്ടാകും. അങ്ങനെ ഒരു വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു. അവരുടെ സ്വഭാവങ്ങൾ എന്തായിരിക്കും? അവരുടെ നിലപാടുകൾ എന്തായിരിക്കും? ആരാണ് ഈ ഖൗമ്? ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോ ആ രൂപത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ നടപടിക്രമം എന്തായിരിക്കും? അവരുടെ പ്രവർത്തന രീതി എന്തായിരിക്കും? ആരിൽ ഈ അതിനാവശ്യമായ സ്വഭാവ ഗുണങ്ങൾ കാണപ്പെടും?
ഇതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതിൽ പറയുന്ന ഈ കാര്യങ്ങൾ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അഇസ്സത്തിൻ അലൽ മുഅ്മിനീൻ അദില്ലത്തിൻ അലൽ കാഫിരീൻ. അവര് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരും അള്ളാഹു അവരെ സ്നേഹിക്കുന്നവരും ആയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാലും ആ സ്നേഹത്തിന്റെ താല്പര്യം എന്താണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുറെ വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറാകുന്ന ആളുകളെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹവും അവന്റെ മഹത്തായ പ്രതിഫലവുമൊക്കെ ഉണ്ടായിരിക്കും. അതാണ് അള്ളാഹു അവരെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞതിന്റെ താല്പര്യം. തുടർന്നുകൊണ്ട് അവരുടെ ഗുണവിശേഷണങ്ങളായി 2 കാര്യങ്ങൾ പറയുന്നു. അതിനെ സംബന്ധിച്ചാണ് ഇന്ന് നാം അല്പം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വിശേഷണങ്ങൾ അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ. സത്യവിശ്വാസികളോട് അവർക്ക് അനുകമ്പയും സഹതാപവും ദയയും ഉണ്ടായിരിക്കും. സത്യനിഷേധികളോട് അവർക്ക് നല്ല കർക്കശമായ നിലപാടായിരിക്കും ഉണ്ടായിരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു, താൽപര്യങ്ങൾക്ക് വേണ്ടി അവിശ്വാസികളായ ഇസ്ലാമിന്റെ ശത്രുക്കളായ എതിർചേരിയിലുള്ള ആളുകളുമായി അടുപ്പം കാത്തു സൂക്ഷിക്കുകയും അവരോട് അങ്ങേയറ്റത്തെ വിധേയത്വം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു കപടവിശ്വാസികളെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും അത്തരം ആളുകളും സമൂഹങ്ങളും ഉണ്ടായിരുന്നുവെന്നും ആ സ്വഭാവമാണ് അതിന് വിപരീതമായ എങ്ങനെയായിരിക്കണം ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്ന് വിശദീകരിക്കുന്ന സ്വഭാവമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവര് അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് വിനയവും കൂറും ദയയും കാണിക്കുന്നവരായിരിക്കും. അപ്പോ ഈ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ കാരുണ്യത്തിന് അർഹമാകുന്ന വിഭാഗങ്ങൾ, അവൻ അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞ ആ വിഭാഗം, അവരുടെ സ്വഭാവം അവർ സത്യവിശ്വാസികളോട് വിനയം കാണിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വക്താക്കൾ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, വിശുദ്ധ ഖുർആനിനെ തങ്ങളുടെ വേദഗ്രന്ഥമായി സ്വീകരിച്ച് അതിനെ മാർഗദർശനമാക്കിയ ആളുകൾ, ഇവരാണ് സത്യവിശ്വാസികൾ എന്ന് പറയുന്ന സഹോദരന്മാർ. ഈ സഹോദരന്മാരോട്, ഈ നിലപാടുകൾ സ്വീകരിക്കുന്നവരോട് അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, അവരുടെ സഹവാസം എങ്ങനെയായിരിക്കും, അവരെങ്ങനെ ഉള്ളവരായിരിക്കണം, ഇതാണ് ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളോട് അവർ വിനയം കാണിക്കുന്നവരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ, വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക. താങ്കൾ ഒരു കഠിന ഹൃദയനും ഒരു പരുഷ സ്വഭാവിയുമൊക്കെ ആയിരുന്നുവെങ്കിൽ ആളുകളെ താങ്കളെയും താങ്കളുടെ ദീനിനെയും ഒക്കെ വിട്ടേച്ചുകൊണ്ട് അവരുടെ പാട്ടിന് പോകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ താങ്കൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർമ്മലമായ മൃദുലമായ സ്വഭാവമുള്ള ആളാണ്. അവരോട് ദയ കാണിക്കുന്നു, അവരോട് സ്നേഹം കാണിക്കുന്നു, അവരോട് അടുത്ത് പെരുമാറുന്നു, അവരോട് വിനയം കാണിക്കും. ഈ വിനയം കാണിച്ചുകൊണ്ട് സത്യവിശ്വാസികളോട് ആ രൂപത്തിൽ അടുപ്പം പുലർത്താൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. വഖ്ഫിൽ ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ, വഖ്ഫിൽ ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ.
താങ്കളെ പിന്തുടർന്ന സത്യവിശ്വാസികൾക്ക് താങ്കൾ താങ്കളുടെ ചിറക് വിടർത്തിക്കൊടുക്കുക എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു. ഒരു പക്ഷി, ഒരു കോഴിക്കുഞ്ഞ്, ഒരു കോഴി, അതിന്റെ കോഴിക്കുഞ്ഞിന് അതിന്റെ ചിറക് വിടർത്തിക്കൊടുത്ത് ഏതു രൂപത്തിൽ സംരക്ഷണം നൽകുന്നുവോ, എങ്ങനെ മറ്റുള്ള ബാഹ്യമായ അപകടങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അതിനെ കാത്തു സൂക്ഷിക്കുന്നുവോ, ഇതുപോലെ വിശ്വാസികളായ ആളുകളുടെ ഈ സമൂഹത്തിന് താങ്കൾ സംരക്ഷണയും അതുപോലെ തന്നെ അവർക്കാവശ്യമായ പരിഗണനയും നൽകുക എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസികൾ, ആ വിശ്വാസികളുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ട മഹത്തായ ഈ സ്വഭാവത്തെയാണ് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന നബി തിരുമേനിക്ക് മാത്രം ബാധകമാകുന്ന കാര്യങ്ങളല്ല. നബി മാത്രമല്ല അത് ചെയ്യേണ്ടതും, അത് ആ നബിയെ പിന്തുടർന്നുകൊണ്ട് വരുന്ന ആളുകൾക്കൊക്കെ ബാധകമായ കാര്യങ്ങളായിരിക്കും. പല കാര്യങ്ങളെ സംബന്ധിച്ചും നേരിട്ട് പറയുന്നത് പ്രവാചകനോടാണ് എങ്കിലും ആ കൽപ്പനകളൊക്കെ പ്രവാചകനെ പോലെ തന്നെ പ്രവാചകന്റെ അനുയായികൾക്കും മുസ്ലിം ഉമ്മത്തിനും ബാധകമാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസികളുടെ അനിവാര്യമായ സ്വഭാവമായിട്ടുണ്ടായിരിക്കേണ്ടതാണ് വിശ്വാസി സമൂഹത്തോടുള്ള ഈ തരത്തിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അവരുടെ വിശ്വാസികളായ സഹോദരന്മാരോട് ഇങ്ങനെയുള്ള ഒരു അടുപ്പവും ദയയും കാരുണ്യവും കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവണം എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പെരുമാറ്റ രീതി എങ്ങനെയായിരിക്കണം, വിശ്വാസികൾ പരസ്പരം പെരുമാറേണ്ടത് ഏത് രൂപത്തിലുള്ള ഒരു സാഹോദര്യത്തോടു കൂടിയായിരിക്കണം. അത് വ്യക്തികൾക്കും ബാധകമാണ്, മുസ്ലിം സമൂഹത്തിലെ കൂട്ടായ്മകൾക്കും ബാധകമാണ്, സംഘടനകൾക്കും ബാധകമാണ്. മുസ്ലിം സമൂഹത്തിലെ സംഘടനകൾ പരസ്പരം പുലർത്തേണ്ടതായ ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെതായ ചില മര്യാദകളും അതിർത്തികളുമുണ്ട്. ആ അതിർത്തികൾ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവർക്ക് ഇസ്ലാമിൽ വിശ്വാസമുണ്ട് എങ്കിൽ മുസ്ലിം സഹോദരന്മാർ അവർ ഏത് സംഘടനയിൽപ്പെട്ടവരായിരുന്നാലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് വെച്ചു പുലർത്തേണ്ട ബന്ധത്തെ സംബന്ധിച്ച്, പെരുമാറേണ്ട രീതിയെ സംബന്ധിച്ചൊക്കെ ചില മാനദണ്ഡങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ട്. ഇതില്ല എങ്കിൽ അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഉമ്മത്തിൽ പെടുകയില്ല. ആ ഉമ്മത്തിന്റെ സ്വഭാവം അവരിലുണ്ട് എന്നും പറയാൻ പറ്റുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സത്യവിശ്വാസികൾ അവർ ഒരു പരസ്പര പൂരകമായി കൊണ്ട് വർത്തിക്കണം. ഒരാൾ മറ്റൊരാൾക്ക് താങ്ങും തണലുമാകണം. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി പറയുന്നു, ലാ യദ്ലിമുഹു വലാ യഹ്ഖിറുഹു വലാ യഖ്ദുലുഹു. അവനോട് അക്രമം പ്രവർത്തിക്കുകയില്ല, അതുപോലെ തന്നെ അവനെ കൈവെടിയുകയില്ല, അവനെ നിന്ദിക്കുകയുമില്ല. ഒരു സത്യവിശ്വാസി, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് അക്രമം പ്രവർത്തിക്കാൻ പാടില്ല, അന്യായം പ്രവർത്തിക്കാൻ പാടില്ല, നീതിയല്ലാത്ത രീതിയിൽ അവനോട് സഹവസിക്കാൻ പാടില്ല, അവനെ നിന്ദിക്കാൻ പാടില്ല, മാനഹാനിപ്പെടുത്താൻ പാടില്ല, അതുപോലെ തന്നെ അവനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാനും പാടില്ല. അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അവനെ കൊത്തിവലിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക. അവനെന്തോ ആവട്ടെ, അത് ഞാൻ അറിയുകയില്ല, എനിക്കത് ബാധകമല്ല. ഈ ഒരു നിലപാട് ഒരു സത്യവിശ്വാസി മറ്റൊരു വിശ്വാസിയെ സംബന്ധിച്ച് സ്വീകരിക്കാൻ പാടില്ല. ബിഹസ്ബി ഇംറിഇൻ മുസ്ലിമിൻ ബിഹസ്ബി ഇംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം. ഒരു മനുഷ്യന്റെ തിന്മയായിട്ട് അവന്റെ മുസ്ലിം സഹോദരനെ നിന്ദിച്ചു എന്നത് തന്നെ മതി എന്ന് പ്രവാചകൻ തിരുമേനി പറയുകയാണ്. ആദരിക്കേണ്ടവനെ ആദരിക്കാതിരിക്കുക, സ്നേഹിക്കേണ്ടവനെ സ്നേഹിക്കാതിരിക്കുക, ബഹുമാനിക്കേണ്ടവനെ ബഹുമാനിക്കാതിരിക്കുക, ഇത് തന്നെ മതി ഒരു വിശ്വാസിയുടെ തിന്മയായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം,
ദമുഹു വ മാലുഹു വ ഇർദുഹു. എല്ലാ മുസ്ലിമീങ്ങളും മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്തം, അതുപോലെ തന്നെ അവന്റെ അഭിമാനം, അവന്റെ സമ്പത്ത് ഇത് പവിത്രമായിക്കൊണ്ട് കരുതേണ്ടതുണ്ട്. അപ്പോൾ പരസ്പരമായിക്കൊണ്ട് ഉണ്ടാവേണ്ട, വെച്ചുപുലർത്തേണ്ട മാന്യതകളുണ്ട്, വെച്ചുകൊടുക്കേണ്ട അന്തസ്സുകളുണ്ട്. ഈ അന്തസ്സുകൾ വകവെച്ചു കൊടുക്കാനും അവന്റെ അഭിമാനത്തിൽ കയറിപ്പിടിക്കാതിരിക്കാനുമുള്ള ഒരു നിലപാട് ഒരു സത്യവിശ്വാസി സ്വീകരിക്കണം. നിർബന്ധമായിട്ടും അവൻ വിശ്വാസി സമൂഹത്തിൽപ്പെട്ടവനാണ് എങ്കിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശ്വാസികളെ പ്രത്യേകം ഉണർത്തുന്ന കാര്യങ്ങളാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോരുത്തരും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഞാനും അവനും വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ എന്തോ ചില വ്യത്യാസങ്ങളോ അകൽച്ചകളോ ഞങ്ങൾ തമ്മിലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും തന്നെ ഈ രൂപത്തിൽ ബന്ധം വഷളാകുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റുകയില്ല. അത് ഒരിക്കലും തന്നെ ഇസ്ലാമിന് യോജിച്ചതല്ല, ഇസ്ലാമിക സംസ്കാരത്തിന് യോജിച്ചതല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ മുസ്ലിം സമൂഹം എത്ര തെറ്റായ രീതിയിലാണ് ഇത്തരത്തിലുള്ള രംഗത്തൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നും എത്ര വഷളായ തോതിലാണ് അവർ അവരുടെ ബന്ധങ്ങളെ ഈ രൂപത്തിൽ മുറിച്ചു കളയുന്നത് എന്നുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വലിയ സംഘടനാ പ്രവർത്തനങ്ങളായിട്ട് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ വഖഫുകളും അതുപോലെ തന്നെ നമ്മുടെ സക്കാത്ത് സദഖകളും അതുപോലെ നമ്മുടെ ദീനിയായ എല്ലാ തരത്തിലുള്ള കഴിവുകളും നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള എല്ലാ കഴിവുകളും എല്ലാം തന്നെ യഥാർത്ഥത്തിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സേവനങ്ങൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ അല്പനേരം ആലോചിക്കുമ്പോഴാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെയൊക്കെ പരിഹാസ്യത നമുക്ക് ബോധ്യപ്പെടുക. ഓരോ വിഭാഗവും മറ്റൊരു വിഭാഗത്തെ താറടിക്കാൻ, അവരെ സംബന്ധിച്ച് ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്താൻ, അവരെ സംബന്ധിച്ച് ഇല്ലാത്ത തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ, അവരെ സംബന്ധിച്ച് സമൂഹത്തിലെ മ്ലേച്ഛമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഇതിനാണല്ലോ കാര്യമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിന്റെ വിജ്ഞാനം കൂടുതൽ പരത്തുന്നതിനുമൊക്കെ പ്രയോജനപ്പെടേണ്ട വഖഫ് സ്വത്തുകളും സകാത്ത് സദഖകളും മുസ്ലിം ധനാഢ്യന്മാരുടെ സമ്പത്തുമൊക്കെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെട്ടു പോവുകയും സമൂഹത്തെ, സമുദായത്തെ മൊത്തത്തിൽ താറടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ട സ്വഭാവവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും എന്ന് പറഞ്ഞൊരു വിഭാഗത്തിന്റെ എടുത്തു പറഞ്ഞ സ്വഭാവവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളോ ശൈലികളോ രീതികളോ ഒന്നും ഇസ്ലാം അംഗീകരിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ അതിന്റെ അനുയായികൾക്ക് സമ്മതിച്ചു കൊടുക്കുന്നതോ അല്ല. നേരെ മറിച്ച് പരസ്പര ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ അഭിമാനത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു ബന്ധം നിലനിർത്തുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നാണ് ഇസ്ലാം താൽപര്യപ്പെടുന്നത്. അപ്പൊ അത് സത്യവിശ്വാസികൾ സത്യവിശ്വാസികളോട് വിനയം കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന്റെ ഒരു താൽപര്യമാണ്. ആ വിനയത്തിന്റെയും അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് ഗുണകരമായി സ്വീകരിക്കുന്ന നിലപാടിന്റെയും മറ്റൊരു വശമാണ് ഒരാൾ മറ്റൊരാളെ സഹായിക്കുകയും അയാളുടെ ആവശ്യങ്ങളൊക്കെ നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇത് വ്യക്തിപര തലത്തിലും അതുപോലെ തന്നെ കുടുംബതലത്തിലും നമ്മുടെ മഹല്ല് തലങ്ങളിലുമൊക്കെ വളരെ പ്രധാനമായ കാര്യങ്ങളാണ്. എല്ലാവരും സമൂഹത്തിൽ ഒരുപോലെയാവുകയില്ല. കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ടായിരിക്കും, ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ടായിരിക്കും, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആവശ്യങ്ങളുള്ള നിരവധി സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു മുസ്ലിം എന്നുള്ള ഒരു അവസ്ഥയിൽ, ഒരു പരിഗണനയിൽ തന്റെ മുസ്ലിം സഹോദരന് ചെയ്തു കൊടുക്കേണ്ട ആ സേവനങ്ങളുടെ ഒരു രീതിയും അതിന്റെ ആവശ്യകതയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
സത്യവിശ്വാസികൾ മൻ യസ്സറ അലാ മുഅ്സിരിൻ, ഒരു ഞെരുക്കക്കാരനായ ഒരാൾക്ക് ആരെങ്കിലും അവന്റെ കാര്യം എളുപ്പമാക്കി കൊടുത്താൽ യസ്സറല്ലാഹു ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഒമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹ്, ഒരു മുസ്ലിമിന്റെ ഒരു ഐബ്, ഒരു ന്യൂനത, അവനുള്ള ഒരു കുറവ് അത് കാണുകയോ മനസ്സിലാവുകയോ ചെയ്ത ഒരു മുസ്ലിം സഹോദരൻ മറ്റാരും തന്നെ അത് അധികമൊന്നും അറിയുകയില്ല, ആ ആളുകളുടെ ഇടയിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് അവനെ വഷളാക്കാനുള്ള ഒരു ആയുധം കിട്ടി എന്ന രൂപത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഓടുകയാണല്ലോ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ കണ്ട് വരട്ടെ, അവനെ താറടിക്കാനുള്ള നല്ല ഒരു ആയുധം കിട്ടിയിട്ടുണ്ട് എന്ന രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ, ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ശൈലി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളെ എങ്ങനെയാണ് വഷളാക്കാൻ സാധിക്കുക, ഒരാളെ എങ്ങനെയാണ് സമൂഹത്തിന്റെ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്താൻ സാധിക്കുക, അയാൾക്കുള്ള പരിഗണനയും അതുപോലെ തന്നെ അയാളുടെ വ്യക്തിത്വവും ഒക്കെ എങ്ങനെയാണ് ഇല്ലാതാക്കുക, ഇതാണ് വലിയ സേവനമായിട്ടും അതുപോലെ തന്നെ മഹാകാര്യങ്ങളായിട്ടുമൊക്കെ ആളുകൾ ധരിച്ചു വശായിട്ടുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹ്, ഒരു സത്യവിശ്വാസിയുടെ ഒരു ന്യൂനത ഒരു മനുഷ്യൻ അത് മറച്ചുവെച്ചു, അത് ആരോടും പറഞ്ഞില്ല. അവനറിയാവുന്ന ഒരു ന്യൂനത ഒരുപക്ഷെ തിരുത്താനോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ബോധവൽക്കരിക്കാനോ ഒക്കെ താല്പര്യമുള്ള ആളാണ് എങ്കിൽ അവർ തമ്മിൽ തന്നെ ഒരുപക്ഷെ അത് നടത്തിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നടത്തണം. മറ്റാരോടും പറയാതെയും മറ്റാരെയും അറിയിക്കാതെ ആരാണോ ഇത് ചെയ്യുന്നത്, ആരിലാണോ ഇത് കാണപ്പെടുന്നത്, അത് തിരുത്താനുള്ള ശ്രമം അയാളോട് നേരിട്ട് നടത്തുകയും അങ്ങനെയുള്ള ഉപകാരപ്രദമായ ശൈലികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യണം. അത് ചെയ്യണ്ട എന്നല്ല, പക്ഷെ അത് സ്വീകരിക്കാതെ കണ്ട് അവനെ താറടിക്കാനും അവനെ മാനഹാനിപ്പെടുത്താനും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഈ ഗുണകാംക്ഷയുടെ താല്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനാണ് ഇസ്ലാം പ്രേരണ നൽകുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ സത്യവിശ്വാസികൾ പരസ്പരം അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞതിന്റെ വിവക്ഷയിൽ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതാണ്. നമ്മുടെ സഹോദരന്മാർ, സഹായങ്ങൾ അർഹിക്കുന്ന സഹോദരന്മാർ, രോഗികളായ സഹോദരന്മാർ, അവൻ ഏത് സംഘടനയിൽപ്പെട്ടു അല്ലെങ്കിൽ അവൻ എന്നോട് അഭിപ്രായ വ്യത്യാസമുള്ളവനാണോ, ഇതല്ല പ്രശ്നം. അവൻ ഒരു സത്യവിശ്വാസി സഹോദരൻ എന്നുള്ള രൂപത്തിൽ പ്രത്യേക കടമയുണ്ട്, പ്രത്യേകമായ ബാധ്യതയുണ്ട് അവനെ സഹായിക്കാൻ, അവന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും തീർച്ചയായും തന്നെ സത്യവിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അതും ഇങ്ങനെയുള്ള ഒരു അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യമാണ്. അതേപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുക, നമ്മോട് ഒരുപക്ഷെ അതിക്രമം ചെയ്യുകയോ നമ്മോട് ഒരുപക്ഷെ തെറ്റായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ, ആ ആളുകളോട് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കുറ്റങ്ങൾ ചെയ്ത് തെറ്റുകൾ ചെയ്ത് ഗുരുതരമായ നഷ്ടം വരുത്തിയ ആളുകൾ, അഥവാ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പെരുമാറിയതിന്റെ പേരിൽ വമ്പിച്ച വിപത്ത് മുസ്ലിം സമൂഹത്തിന് ഒന്നാകെ നേരിട്ട സന്ദർഭത്തിൽ, പല യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ കേൾക്കാതെ പെരുമാറിയതിനാൽ ആ യുദ്ധം പരാജയപ്പെടുന്നു. മഹാന്മാരായ സഹാബിമാർ അറുകൊല ചെയ്യപ്പെടുന്നു. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും തീരാ നഷ്ടം സംഭവിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ സമൂഹത്തിലുണ്ട്. ആ ആളുകളൊക്കെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ, വിട്ടുവീഴ്ച ചെയ്യേ, പുറത്തു കൊടുക്ക്, അവർക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യേ. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പൊറുക്കൽ, വലിയ തെറ്റാണ് ചെയ്തത് എങ്കിലും അവർക്ക് അവരുടെ ഉള്ളിൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരാണ്, ഉള്ളിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഇതിന്റെ കഠിന ശത്രുക്കളല്ല അവർ, പാപപ്രയോഗങ്ങൾ സംഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഈ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹുവിനോട് നീ തേടുകയും ചെയ്യുക. വശാവിർഹും ഫിൽ അംർ, വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇനിയും അവരോട് അഭിപ്രായമൊക്കെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി.
അവരെ പറ്റ അകറ്റി നിർത്തിക്കൊണ്ട് അവർക്കിതിലൊന്നും തന്നെ ഒരു പങ്കാളിത്തവും ഇനി വേണ്ട, അവരെ പറയുന്നതൊന്നും തന്നെ കേൾക്കണ്ട, അവരെ ആകെ ബഹിഷ്കരിച്ചുകൊണ്ട്, അങ്ങനെയല്ല. വശാവറുഹും ഫിൽ അംർ, അവരെ ഇതിൽ തന്നെ കൂട്ടി, ഇതിന്റെ കൂടെ തന്നെ നിർത്തി, ഈ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ സത്യവിശ്വാസികളോട് കാണിക്കേണ്ട കരുണയുടെയും അതുപോലെ വിധേയത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ലക്ഷണമായിക്കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ വിശ്വാസികൾ അവരുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ്. അവർക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും ഈ പൊതുവായ ഇസ്ലാമിക സാഹോദര്യത്തെ ഖണ്ഡിക്കാനും അതിനെ വിച്ഛേദിക്കാനും ഇടവരുത്തുന്ന രൂപത്തിൽ ആവാൻ പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതേ അവസരത്തിൽ അടുത്ത സ്വഭാവമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ, കാഫിറുകളോട് കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരും ആണ് അവർ. വേറെ ഒരു സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസി സമൂഹവും അശിദ്ദാഉ അലൽ കുഫാർ, കുഫാറിനോട് വളരെ ഗൗരവമായിട്ട് കർക്കശമായി പെരുമാറുന്നവരാണ്. റുഹമാഉ ബൈനഹും, അവരോ പരസ്പരം ദയ പുലർത്തുന്നവരുമാണ്. ഈ ആയത്ത് നേരെ മറിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പരസ്പരം വമ്പിച്ച ശത്രുതയിൽ പെരുമാറുകയും ഇസ്ലാമിന്റെ ശത്രുക്കളോട് അങ്ങേയറ്റത്തെ മതിപ്പും അങ്ങേയറ്റത്തെ വിധേയത്വവും കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇന്നത്തെ ദൗർഭാഗ്യവശാൽ നമ്മുടെ സമുദായം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതല്ല ഇസ്ലാം താല്പര്യപ്പെടുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. കുഫാറിനോട് കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, മനസ്സിലായിട്ടില്ല. കാഫിർ എന്ന് പറയുന്നത് പല അർത്ഥത്തിലും പ്രയോഗിക്കും. പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിന്റെ ആശയങ്ങൾ പല രൂപത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ കുഫാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച അതിന്റെ നിരന്തര ശത്രു, അങ്ങനെയുള്ള ആളുകൾക്കാണ് കുഫാർ എന്ന് ചില സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളത്. എല്ലാ അവിശ്വാസികളും കുഫാർ എന്ന ആ രൂപത്തിൽ അവിടെ പെടുത്തിയിട്ടില്ല. അവിടെ പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ഈ രീതിയിൽ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ആയുധങ്ങൾ എടുത്തുകൊണ്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കുകയും എവിടെ വെച്ച് കണ്ടാലും മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി തയ്യാറായി വരികയും ചെയ്യുന്ന ശത്രു വിഭാഗം, ഇങ്ങനത്തെ ഒരു കുഫാറുണ്ട്. ആ കുഫാറിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതുമുല്ലദീന കഫറൂ ഫളർബർ റിഖാബ്. ഇങ്ങനെ ഖുർആനിൽ ചില ആയത്തുകളുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഈ കാഫറുകളെ കണ്ടുമുട്ടിയാൽ അവരുടെ തലവെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പാടെ കണ്ടിട്ട് ചില ആളുകൾ കാഫറുകൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ധരിച്ചു വശായിരിക്കുന്നു. അപ്പോ എല്ലാ മുസ്ലിം അല്ലാത്തവരൊക്കെ കാഫറുകൾ, ആ കാഫറുകളുടെയൊക്കെ തലവെട്ടണം എന്നാണ് ഈ പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിച്ച മുസ്ലിം സഹോദരന്മാരെയും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരമില്ലാത്ത ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അത് ഇസ്ലാമിന്റെ താല്പര്യമല്ല, ഖുർആന്റെ ഉപേക്ഷയുമല്ല. ഖുർആൻ താല്പര്യപ്പെടുന്നത് ഈ തലവെട്ടാൻ പറഞ്ഞതും അതുപോലെ തന്നെ ശത്രുത പുലർത്താൻ പറഞ്ഞതുമൊക്കെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിലുള്ള ആ ഒടുങ്ങാത്ത തീവ്രമായ ശത്രുതയും പകയും കൊണ്ട് നടക്കുന്ന ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രഖ്യാപിത ശത്രുക്കളെ സംബന്ധിച്ചാണ്. അതേ അവസരത്തിൽ മുസ്ലിം സമൂഹവുമായി സ്നേഹത്തിൽ പ്രവർത്തിക്കുന്ന, മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദങ്ങൾ പങ്കിടുന്ന, ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ലാത്ത ധാരാളം ആളുകളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവരും സാങ്കേതികമായി കാഫറുകൾ തന്നെയാണ്. ഇസ്ലാമിന്റെ കാഫർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ലാത്ത ആളുകൾ എന്നേ അവിടെ അതിനർത്ഥമുള്ളൂ. മുസ്ലിം കാഫർ ഇങ്ങനെ രണ്ടായി ആളുകളെ തിരിക്കുമ്പോൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ആളുകൾ മുസ്ലിമീങ്ങളും ഇസ്ലാമിൽ അല്ലാത്ത ആളുകൾ കാഫറുകൾ എന്ന് പറയും. ഈ കാഫറുകളോടൊക്കെ നേരത്തെ പറഞ്ഞ ഒരു നിലപാട് സ്വീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. നേരെ മറിച്ച് അല്ലാഹു നമ്മോട് പറഞ്ഞത് ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ബുയൂതികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ
വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരും നിങ്ങളോട് ദൈവിക മാർഗത്തിൽ സമരത്തിന് വരാത്തവരുമായ ആളുകൾ, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അൻ തബറൂഹു വ തുഖ്സിതു ഇലൈഹിം, അവർക്ക് പുണ്യം ചെയ്യുകയും അവരോട് നീതിപൂർവം വർത്തിക്കുകയും അവരോട് സ്നേഹമസൃണമായി പെരുമാറുകയും ചെയ്യുന്നതിന് അള്ളാഹു നിങ്ങളെ വിലക്കിയിട്ടില്ല. ലാ യൻഹാകുമുല്ലാഹ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഭാഗം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അല്ലാത്തതുമായ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട്. അവരെ മുസ്ലിം സമൂഹത്തോട് സൗഹാർദ്ദത്തിൽ വർത്തിക്കുന്നവരാണ്, സ്നേഹത്തിൽ കഴിയുന്നവരാണ്. അവരാണ് ഒരു പക്ഷേ പലയിടത്തും ഭൂരിപക്ഷം. അങ്ങനെയുള്ള ആളുകളോട് നിങ്ങളെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പെരുമാറുകയും പുണ്യം ചെയ്യുകയും നീതിപൂർവ്വം പെരുമാറുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് അള്ളാഹു ആവശ്യപ്പെടുന്നതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതേ അവസരത്തിൽ അശിദ്ദാഉ അലൽ കുഫാർ, കുഫാറിനോട് കർശനമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ വിശ്വാസികൾ, അതിന്റെ താല്പര്യം എന്നവൾ ആദർശത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും തന്നെ അവർ അടിയറവ് പറയുകയില്ല. ആദർശത്തെ അവർ മുറുകെ പിടിക്കും. ആദർശത്തെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും തന്നെ അവർ വിട്ടുവീഴ്ച ചെയ്യുകയില്ല. അവരെ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ള വിശ്വാസികളെ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുകയില്ല. അവർ വിൽക്കപ്പെടുകയില്ല. ഇങ്ങനത്തെ ആളുകളായിരിക്കും. അവർക്കൊരു ആദർശമുണ്ടായിരിക്കും, അവർക്കൊരു നിലപാടുണ്ടായിരിക്കും. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവർ, ഏത് സാഹചര്യത്തിലും അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. അവർ ഈ ഭൗതികമായ താല്പര്യങ്ങൾ അവിടെയാണ് എന്ന് കാണുമ്പോൾ അങ്ങോട്ട് ഓടിപ്പോവുകയും അവരുടെ കൂടെ കൂടുകയും വിശ്വാസി സമൂഹത്തിനെതിരായി കൊണ്ട് തിരിയുകയും ചെയ്യുകയില്ല. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലുത് ഈ ദീനും ഈ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളുമാണ്. അത് ചാച്ചും ചെരിച്ചും വെച്ച് ഭൗതികമായ താല്പര്യങ്ങളോടൊപ്പം നീന്തുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവുകയില്ല. അവരാണ് അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ. സത്യനിഷേധത്തോട് തീക്ഷ്ണമായ നിലപാട് സ്വീകരിക്കുന്നവരും അതുപോലെ തന്നെ വിശ്വാസികളോട് മൃദുലമായ നിലപാട് സ്വീകരിക്കുന്നവരും അള്ളാഹുവിന്റെ ദീനിനെ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും മുറുകെ പിടിക്കുന്നവരും ആ ദീനിന് വിപരീതമായി എന്തെല്ലാം നേട്ടങ്ങളോ താല്പര്യങ്ങളോ മറുവശത്ത് കാണുന്നുണ്ട് എങ്കിൽ അതിനോട് അല്പം പോലും ഒരു താല്പര്യം പ്രകടിപ്പിക്കാത്തവരും ഇങ്ങനെയുള്ള വിശ്വാസികളായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇതാണ് യഥാർത്ഥ സത്യവിശ്വാസികളുടെ സ്വഭാവമെന്നും ആയിരിക്കേണ്ടത് അങ്ങനെയാണ് എന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് വെളിപ്പെടുത്തി തരുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്വഭാവവും അത്തരത്തിലുള്ള ഒരു സംസ്കാരവും സ്വീകരിക്കാനും വളർത്തിയെടുക്കാനും ആയിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്.